പ്രതിഷേധം ശക്തമായതോടെ പുതുപൊന്നാനി അഴിമുഖത്ത് കൂടിക്കിടക്കുന്ന മണൽ ഇറിഗേഷൻ വകുപ്പ് നീക്കം ചെയ്തു തുടങ്ങി. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. കാഞ്ഞിരമുക്ക് പുഴയിലും കനോലി കനാലിലും വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ പുതുപൊന്നാനി അഴിമുഖത്ത് കൂടിക്കിടക്കുന്ന മണൽ ഇറിഗേഷൻ വകുപ്പ് നീക്കം ചെയ്തു തുടങ്ങി. പുതുപൊന്നാനി അഴിമുഖത്ത് കടൽക്ഷോഭം മൂലം മണൽ കുമിഞ്ഞുകൂടിയതോടെ പുഴയിലും കനോലി കനാലിലും ജലനിരപ്പ് ഉയർന്ന് വെളിയങ്കോട് പഞ്ചായത്തിലെ മാട്ടുമൽ മേഖല ദിവസങ്ങളോളമായി വെള്ളക്കെട്ടിലായിരുന്നു. കാഞ്ഞിരമുക്ക് പുഴ ഗതിമാറി ഒഴുകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അഴിമുഖത്തെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മണൽ നീക്കം ചെയ്യുന്നത് വൈകിയിരുന്നു. മാട്ടുമൽ, പൂക്കേത, കടവനാട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് വെളിയങ്കോട് പഞ്ചായത്തും നാട്ടുകാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് വൈകിട്ട് ഇറിഗേഷൻ വകുപ്പ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണൽ നീക്കി തുടങ്ങി. പുഴയിലെ ഒഴുക്കും കടൽക്ഷോഭവും കാരണമാണ് മണൽ നീക്കുന്ന നടപടി വൈകിയതെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ വിശദീകരണം. വീതിയും ആഴവും കൂട്ടി പഴയതുപോലെ പുഴയിലെ വെള്ളം ഒഴുക്കിവിടാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്.